മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 372 എപ്പിസോഡിൽ കുപ്രം മെറ്റാലിക്കം എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതും വളരെ രസകരവുമായ ഒരു ഭാഗമാണിത് എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കം തന്നെ ഒരു രോഗിയുടെ ജീവൻ മരണ പ്രശ്നം. വാസ്തവത്തിൽ അയാൾ മരിക്കാൻ പോകുന്നില്ല, പക്ഷേ അയാൾ വിചാരിക്കുന്നത് താൻ മരണത്തെ അഭിമുഖീകരിക്കുകയാണെന്നാണ്. അങ്ങനത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രോഗികളുമായിട്ട് ഇടപെടുമ്പോൾ കാണാൻ സാധിക്കും. അത്തരം അവസ്ഥകളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിയാതെ പല ചികിത്സകരും ബുദ്ധിമുട്ടുന്നത് കാണാം. പക്ഷേ ഹോമിയോപ്പതിയിൽ അത്തരം അവസ്ഥകളെ നേരിടാൻ തക്ക പല ഔഷധങ്ങളുമുണ്ട്. അവയിലൊന്നാണ് കുപ്രം. അതുപോലെ മറ്റൊന്ന്, വൈകി വിവാഹം കഴിക്കുന്നവരിൽ, സാമാന്യ വിവാഹപ്രായം കഴിഞ്ഞ് ഒരു മധ്യവയസ്കെത്തി വിവാഹം കഴിക്കുന്നവരിൽ ഉണ്ടാകുന്ന വളരെ വിചിത്രമായ ഒരു ലൈംഗിക പ്രശ്നം. ആ പ്രശ്നത്തിൽ കുപ്രം വളരെ അത്ഭുതകരമായ ഫലം തരുന്നു. അതുപോലെ മറ്റു ചില ഔഷധങ്ങളോട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ കെൻഡ് ഈ പർട്ടിക്കുലർ സിംറ്റംസിൻ്റെ മേൽ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രാമാണ്യത്തെക്കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള മേൽക്കൈയെക്കുറിച്ച് വളരെ മനോഹരമായൊരു സൂചന തരുന്നുണ്ട്. അത് പ്രാക്ടീസിൽ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നവർക്ക് അതൊരു വഴിവിളക്കായിരിക്കും. പിന്നെ മറ്റൊന്ന് എപ്പിലെപ്സിയിൽ കുപ്രത്തിൻ്റെ സവിശേഷമായ ഉപയോഗം ഏത് തരത്തിൽ. അതുപോലെ പ്രസവത്തിലുണ്ടാകുന്ന പ്രതിസന്ധിയിൽ കുപ്രം വരുന്നൊരു സന്ദർഭം. അവിടെ കുപ്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നിടത്തോളം സമയം നിങ്ങൾ ആ രോഗിണിയുടെ രോഗശാന്തി വൈകിപ്പിക്കും എന്നുവരെയൊക്കെ എൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ കുപ്രത്തിൻ്റെ പ്രാധാന്യമാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. In the lower part of the chest, in the region of the xiphoid appendix, there is a spasmodic condition that is very troublesome. നെഞ്ചലിൻ്റെ ഏറ്റവും കീഴ്ഭാഗത്ത് അവിടെ ഉണ്ടാകുന്ന വളരെ വിചിത്രമായ, വളരെ ബുദ്ധിമുട്ടേറിയ, വിവരിക്കാൻ പ്രയാസമുള്ള തരത്തിലുള്ള, പലതരത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു പ്രയാസം. അതിന് പലപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നമെന്ന് പറയുകയോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രശ്നമെന്ന് തെറ്റിദ്ധരിക്കുകയോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ തെറ്റായ ചികിത്സകളിലേക്കൊക്കെ പോവുകയും രോഗി വലിയ ബുദ്ധിമുട്ടിലാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു സാഹചര്യം അത് കുപ്രം അതിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. വെരി ട്രബിൾസം, വല്ലാത്ത പ്രയാസമാണത്. നമ്മൾ വെറും 2 വാക്കുകൾ പറയുന്നെങ്കിലും രോഗിയുടെ അനുഭവത്തിൽ വരുമ്പോൾ അത് വലിയ പ്രശ്നമാണത്. ഇറ്റ് സീംസ് ടു ബി അറ്റ് ടൈംസ് എ കൺസ്ട്രക്ഷൻ സോ സിവിയർ ദാറ്റ് ഹി തിങ്സ് ഹി വിൽ ഡൈ. ഇപ്പം നെഞ്ചിൻ്റെ കീഴ്ഭാഗത്ത് വല്ലാതെ ഇങ്ങനെ ഇടുങ്ങി ഞെരുങ്ങിയിരിക്കുന്ന പോലെ. പക്ഷെ രോഗി ചിന്തിക്കുക താൻ മരിക്കാൻ പോവുകയാണെന്നാണ്. അങ്ങനെ ഹൃദയം നിലച്ചു പോകും, താൻ മരിച്ചു പോകുമെന്നാണ് ചിന്തിക്കുന്നത്. ആൻഡ് അറ്റ് അതേഴ്സ് എ ഫീലിംഗ് ആസ് ഇഫ് he were transfixed with a knife from the xiphoid appendix to the back. ഈ മറ്റു ചിലർ ഇത് അനുഭവപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ചിലർ ഇതാകെ വലിഞ്ഞു മുറുകി ചുരുങ്ങി ഇറുകിയിരിക്കുന്നു. മറ്റു ചിലരിൽ ഈ നെഞ്ചലിൻ്റെ കീഴറ്റത്ത് ഒരാൾ ഒരു കത്തി കുത്തി ഇറക്കി നട്ടല് വരെ എത്തി, എന്നിട്ട് ഇയാൾ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ട്രാൻസ്ഫിക്സ്ഡ്. അത്ര ഒരു അവസ്ഥയായിട്ട് ചിലർക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ ഒരു സ്റ്റാച്യു, ഒരു പ്രതിമ പോലെ സ്തംഭിച്ച അവസ്ഥ. Some say it feels as if a lump were in the region and others as if much wind were collected in the stomach. ചിലർ അവിടെ എന്തോ കല്ലിച്ചിരിക്കുന്നു, എന്തോ ഭാരമിരിക്കുന്നു. ചിലർ പറയുന്നത് വായു കെട്ടിയിരിക്കുന്നു. അതൊക്കെ സാധാരണ വരുന്നതാണ്. കല്ലിച്ചിരിക്കുന്നു, വായു കെട്ടിയിരിക്കുന്നു പലരും പറയാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വല്ലാതെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു, കത്തി കുത്തിയിറക്കി ആളെ ഇങ്ങനെ ഒരു പ്രതിമ പോലെ നിർത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ. അപ്പം മരണത്തെ മുന്നിൽ കാണുന്ന അവസ്ഥകളാണ് അതൊക്കെ. വെറുതെ വായുകോപം ഉണ്ടായാൽ തന്നെ ആളുകൾ ഹൃദ്രോഗമാണെന്ന് ഭയപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ മറ്റേ അവസ്ഥകളൊക്കെ എത്ര രൂക്ഷമായിരിക്കും. ഇൻ ഡിസ്ട്രോയ്സ് ദ ഫുൾനെസ് ഓഫ് ദ വോയിസ്. അപ്പോൾ സംഭവിക്കുന്നത് ശബ്ദം ശരിക്കും പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യങ്ങളിൽ അതിൻ്റെ സൂചന എന്ന് വെച്ചാൽ ആൾക്ക് ശരിയായ രീതിയിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഇറ്റ് സീംസ് ആസ് ഇഫ് ഹിസ് ലൈഫ് വുഡ് ബി സ്ക്വീസ്ഡ് ഔട്ട്. തൻ്റെ ജീവനെ പുറത്തേക്ക് ഞെക്കിപ്പിഴിഞ്ഞെടുക്കുകയാണ്. തൻ്റെ ജീവനെ ഉള്ളിൽ നിന്നും ഈ വായുവും ഈ പിരിമുറുക്കവും കത്തിയും ഒക്കെ ചേർന്ന് ജീവനെ പുറത്തേക്ക് ഞെക്കി പുറത്താക്കുകയാണ്.
സംടൈംസ് then it takes the form of colic and sometimes a neuralgia. മറ്റു സമയത്ത് പലതരത്തിലുള്ള വേദനകളായിട്ട് നാഡീ സംബന്ധമായ വേദന അല്ലാതെ തരമുള്ള വേദനയ്ക്ക് ആ രൂപമായിരിക്കും വരുന്നത്. ഇഫ് യു എക്സാമിൻ ദ സെൻസേഷൻ ഓഫ് ടൈറ്റ്നസ് ഇൻ ദ റീജിയൻ ഓഫ് ദ സ്റ്റൊമക് യു വിൽ സീ അറ്റ് വൺസ് ഹൗ ദ വോയിസ് ഈസ് അഫക്റ്റഡ്. അപ്പം ഈ അവസ്ഥയിൽ ഈ വയറിൻ്റെ ആ ഭാഗത്തുണ്ടാകുന്ന ആ മുറുക്കത്തിൻ്റെതായിട്ടുള്ള ഒരു തോന്നൽ ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു 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 അനുരണനം എന്ന് പറയുന്നത് ശബ്ദത്തെ ബാധിക്കുക എന്നുള്ളത്. എങ്ങനെ എത്രമാത്രം ആ ശബ്ദത്തെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. വിൽ ഫൈൻഡ് ദ പേഷ്യൻറ്റ് സിറ്റിംഗ് അപ്പ് ഇൻ ദ ബെഡ്. ഹി ടെൽസ് യു ഇൻ എ ക്രാക്ക്ഡ് ആൻഡ് സ്ക്വീസിങ് വോയിസ്. രോഗി കിടക്കയിരുന്നിട്ട് ആകെ ഇങ്ങനെ ചിലമ്പിച്ച ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട് ഞെരിങ്ങി പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ശബ്ദത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത്? ഹി വിൽ സൂൺ ഡൈ ഇഫ് ഹി ഈസ് നോട്ട് റിലീവ്ഡ്. ഈ പ്രശ്നത്തിൽ നിന്ന് തന്നെ വിടുവിച്ചില്ലെങ്കിൽ വേഗം ഞാൻ മരിച്ചു പോകും ഡോക്ടറെ എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഒരു കഷ്ടതയാണ് അയാൾ അനുഭവിക്കുന്നത്, അത്രയ്ക്ക് രൂക്ഷമായ വ്യഥയാണ് അയാൾ അനുഭവിക്കുന്നത്. പക്ഷേ മാരകമായ അവസ്ഥയൊന്നും അവിടെ ഇല്ലതാനും. ഹിസ് ഫേസ് ഈസ് എ പിക്ചർ ഓഫ് ഫിയർ ആൻഡ് ആംഗ്വിഷ്. അയാളുടെ മുഖം നോക്കുക, രോഗിയുടെ മുഖം ശ്രദ്ധിക്കുക. രോഗിയെ കാണുമ്പോൾ രോഗി കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളിലോ മറ്റ് ചികിത്സകളുടെ ഫയലിലോ എല്ലാം നോക്കേണ്ടത് രോഗിയുടെ മുഖത്ത് നോക്കണം. ഹോമിയോപ്പതിയിലെ വലിയ പാഠമാണ്. രോഗിയുടെ മുഖത്ത് നോക്കണം, മുഖഭാവങ്ങൾ പരിശോധിക്കണം. എന്താണ് മുഖമെന്ന് പറയുന്നത്? എന്താണ്? ഭയത്തിൻ്റെയും ഭയങ്കരമായ വ്യഥയുടെയും ഒരു ചിത്രമാണ് മുഖത്ത്. ഭയത്തിൻ്റെ ചിത്രം, വല്ലാതെ വ്യഥ കൊണ്ടിരിക്കുന്ന ചിത്രം, മരണത്തെ മുന്നിൽ കാണുന്ന ഒരു വ്യക്തിയുടെ ചിത്രം, അതാണ് അയാളുടെ മുഖം കാണിക്കുന്നത്. ഹി റിയലി ലുക്സ് ആസ് ഇഫ് ഹി വർ ഗോയിങ് ടു ഡൈ. അയാൾ കണ്ടാൽ തോന്നുന്നു അയാൾ ശരിക്കും മരിക്കാൻ പോവുകയാണ്. അയാൾ മാരകമായ യാതൊരു അവസ്ഥയുമായില്ല, പക്ഷെ കണ്ടാൽ തോന്നും അയാൾ മരിക്കാൻ പോവുകയാണ്. അയാളുടെ മുഖഭാവം അതാണ്. ആ രോഗി ചിന്തിക്കുന്നതും രോഗി ഭയപ്പെടുന്നതും അങ്ങനെ തന്നെയായിരിക്കും. ദ സെൻസേഷൻ ഇസ് ഡ്രെഡ്ഫുൾ. ആ സെൻസേഷനാണ്, അയാളുടെ ഒരു തോന്നലാണ്, അയാളുടെ ഒരു അനുഭവമാണ്. ആ അനുഭവം പക്ഷേ അതിഭയാനകമാണ്, അനുഭവമാണ്. കുപ്ര സ്പീഡ്ലി ക്യൂവേഴ്സ് ദിസ് കംപ്ലൈൻറ്റ്. ഈ പ്രശ്നത്തെ വളരെ വേഗം കുപ്ര സുഖപ്പെടുത്തുന്നു. കണ്ടോ, വളരെ വേഗം സുഖപ്പെടുത്തുന്നു. നമ്മളെ ഔഷധങ്ങളുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിസ്നിയ ഓക്കർ സംടൈംസ് ഇൻ കോളറ മോർബൂസ് ആൻഡ് ഇൻ പെയിൻഫുൾ മെൻസ്ട്രേഷൻ. അതായത് കോളറ മോർബൂസ് വെച്ചാൽ രൂക്ഷമായ ഛർദിയും വയറിളക്കം വരുന്നതിന് പഴയൊരു പേര്. ആ അവസ്ഥയിലും വേദനാജനകമായ ആർത്തവത്തിൻ്റെ അവസ്ഥയിലും ഇത്തരം ഒരവസ്ഥ ഉണ്ടാകാം. ഈ നെഞ്ച് ആകെ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥ, ശ്വാസം കിട്ടാത്ത അവസ്ഥയൊക്കെ ഇത്തരം രോഗാവസ്ഥകളുണ്ടാകാം. സ്പാസംസ് ഓഫ് ദ ചെസ്റ്റ് ആർ ഓൾസോ അക്കമ്പനീഡ് ബൈ കൺസ്ട്രക്ഷൻ ആൻഡ് നെർവസ് സ്പാസ്മോഡിക് ബ്രീത്തിങ്. അപ്പോൾ ഈ ഞെരിഞ്ഞു മുറുകലിനോടൊപ്പം ഈ ശ്വാസനത്തെ അത് ബാധിക്കാം. അല്ലാതെ ഭയപ്പെട്ടുന്ന പോലെ വളരെ ഹ്രസ്വമായ ശ്വസനം, ശരിയായ രീതിയിൽ ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥകൾ അങ്ങനെയും വരാം. ഹി ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് എ ഫുൾ ബ്രീത്ത്. പൂർണ്ണമായിട്ടും ഒരു ശ്വാസം എടുക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ദ കുപ്രം പേഷ്യന്റ് ഈസ് ഫുൾ ഓഫ് ക്രാംസ്. നമുക്കറിയാവുന്നതാണ്, വലിച്ചു കൊച്ചലുകളാണ് അയാളുടെ ഒരു പൊതു സ്വഭാവം തന്നെ, അയാളുടെ മുഖമുദ്ര തന്നെ അതാണ്. ദർ ആർ ക്രാംസ് ഇൻ ദ ലിംസ് ആൻഡ് ഇൻ ദ മസിൽസ് ഓഫ് ദ ചെസ്റ്റ്. കൈകാലുകളിൽ, നെഞ്ചിലെ പേശികളിൽ. അപ്പം നെഞ്ചിൻ്റെ പ്രധാന കേന്ദ്രമാണ്, അവിടേക്ക് വലിച്ചു വെച്ചു. വിത്ത് ട്രംബ്ലിംഗ് ആൻഡ് വീക്ക്നെസ്, ഒപ്പം വിറയലും ക്ഷീണവും ഉണ്ടാകും. ഇൻ ഓൾഡ് ഏജ്, ഇനിയാണ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, പ്രായമുള്ളവരിൽ. ആൻഡ് ഇൻ പ്രിമച്വർ ഓൾഡ് ഏജ്, പ്രായമുള്ളവരിലും അകാല വാർദ്ധക്യത്തിലും ഒരുപോലെ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദോസ് ക്രാംസ് ദാറ്റ് കംസ് ഇൻ ദ കാൽവ്സ്, ദ സോൾസ് ആൻഡ് ഫീറ്റ്. കാലിൻ്റെ പിൻഭാഗത്തെ മാംസളമായ പേശീഭാഗത്തും കാൽപാദങ്ങളിലും കാലിൻ്റെ ഉള്ളടിയിലും. ആൻഡ് ദ ടോസ് ആൻഡ് ഫിംഗേഴ്സ്, കാൽവിരലുകളിലും കൈവിരലുകളിലും. എപ്പോഴാണ്? രാത്രിയിൽ കിടക്കുമ്പോൾ ഇതേപോലുള്ള വലിച്ചുകൊച്ചലുകൾ ഉണ്ടാകുന്ന അവസ്ഥ. പ്രായമുള്ളവരിലും അകാല വാർദ്ധക്യമുള്ളവരിലും അവിടെ കുപ്രം ഉപകരിക്കും. കുപ്രം സെർവ്സ് എ പെക്യുലിയർ പർപ്പസ്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ രസകരമായ, നമുക്ക് രസകരമായിട്ട് തോന്നും, പക്ഷെ അനുഭവിക്കുന്നവർക്ക് അത് വലിയ ഒരു ദുഃഖത്തിനും നിരാശക്കുമൊക്കെ കാരണമാകുന്നൊരു കാര്യമാണ്. പലപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ്. ഹു ഹാസ് ബീൻ സിംഗിൾ എ ലോങ് ടൈം. കുറേ കാലം തനിയെ ജീവിച്ചു.
ഒരു ഇണയില്ലാതെ ജീവിച്ചു. മാരീസ്, പിന്നെ വിവാഹം കഴിച്ചു. ഹിസ് ക്രാംസ് വിൽ സംടൈംസ് പ്രിവെന്റ് ഹിം പെർഫോമിംഗ് ദ ആക്ട് ഓഫ് കൊയ്ഷൻ. അങ്ങനെയുള്ള ഒരാളുകൾ, പല ആളുകളുണ്ട്, പല ജീവിത പ്രശ്നങ്ങൾ നിമിത്തം, സാഹചര്യങ്ങൾ സമ്മർദ്ദത്താൽ, സാമ്പത്തിക പ്രശ്നങ്ങളാൽ, കുടുംബ പ്രശ്നങ്ങളാലൊക്കെ വൈകി വിവാഹം കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനെ തടയുന്ന പ്രശ്നമുണ്ടാകും. എന്താണ് ഈ പറയുന്ന പോലെ വലിച്ചുകോച്ചിൽ ഉണ്ടായിട്ട് ലൈംഗിക വേഴ്ച നടത്താൻ പറ്റാതെ പോകുന്നു. ഇതിന് ഒരു മറുവശം കൂടി പറയുന്നുണ്ട്. യെസ് ക്രാംസ് ഇൻ ദ കാൽസ് ആൻഡ് സോൾസ് ആസ് സൂൺ ആസ് ഹി ബിഗിൻസ് ദ ആക്ട്. ലൈംഗിക ബന്ധത്തിൻ്റെ ആ പ്രക്രിയ ആരംഭിക്കുമ്പോൾ തന്നെ ഈ കാലിൻ്റെ പിൻഭാഗത്തെ പേശികളിലും കാൽപാദങ്ങളിലും ഉള്ളടിയിലും ഒക്കെ വലിച്ചുകോച്ചിൽ ആരംഭിക്കുന്നു. ഇറ്റ് ഈസ് എസ്പെഷ്യലി സ്യൂട്ടബിൾ ടു യങ് മെൻ ഹു ഹാവ് ബിക്കം പ്രിമച്ചുർലി ഓൾഡ് ഫ്രം വൈസസ്. നേരത്തെ പ്രായം ചെന്നില്ല. ഇനിയോ ചെറുപ്പക്കാരിൽ അകാല വാർദ്ധക്യം. എങ്ങനെയാണ്? അമിത ലൈംഗികത, ദുഷിച്ച ജീവിതം, വഴിവിട്ട ജീവിതം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല ഔഷധങ്ങളിലും ഇങ്ങനെയുണ്ടെന്ന്. വഴിവിട്ട ജീവിതം, അതുകൊണ്ട് അവരുടെ ഊർജമൊക്കെ നഷ്ടപ്പെട്ടു പോയി അവർ ക്ഷീണിതരാകുന്ന ചെറുപ്പക്കാരനും ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് ഉപകരിക്കും. ഫ്രം സ്ട്രോങ് ഡ്രിങ്ക്, മദ്യപാനം കൊണ്ട്, ഫ്രം ലേറ്റ് നൈറ്റ്സ് എന്ന് വെച്ചാൽ രാത്രിയിൽ മദ്യപാനവും ഉല്ലാസവും ഒക്കെ ഇട്ട് ഇങ്ങനെ കഴിയുന്ന ആളുകൾ, ആൻഡ് വേരിയസ് അബ്യൂസസ്, പലതരം ദുഷിപ്പുകൾ, ദുഷ്പ്രവൃത്തികൾ. ആൻഡ് ദീസ് ക്രാംസ് ആർ നോട്ട് അൺലൈക്ലി ടു ഒക്കർ ഇൻ സച്ച് സബ്ജക്ട്സ്. അത്തരം ആളുകളിൽ ഇത്തരം വലിച്ചുകോച്ചലുകൾ ഉണ്ടാകാം. കുപ്രം ആൻഡ് ഗ്രാഫൈറ്റിസ് ആർ ദ ടു റെമഡീസ് ഫോർ ക്രാംസ് കമ്മിങ് അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ്. ഈ സാഹചര്യങ്ങളിൽ കുപ്രത്തോടൊപ്പം വരുന്നതാണ് ഗ്രാഫൈറ്റീസും. ബട്ട് വേറാസ് കുപ്രം ഈസ് സെറ്റ് ടു പ്രൊഡ്യൂസ് ക്രാംസ് ദാറ്റ് പ്രിവെന്റ് ദ ആക്ട്. അപ്പോൾ കുപ്രത്തിന്റെ സവിശേഷത എന്താണ്? തുടങ്ങുമ്പോൾ തന്നെ ഈ ക്രാംസ് വലിച്ചുകോച്ചിൽ വന്നിട്ട് ലൈംഗിക പ്രക്രിയ നടത്താൻ പറ്റാതെ വരുന്നില്ല. എന്നാൽ ഗ്രാഫൈറ്റീസിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഗ്രാഫൈറ്റീസ് സെറ്റ് ടു ബ്രിങ് ഓൺ ദ ക്രാംസ് ഡ്യൂറിങ് ദ ആക്ട്. ലൈംഗിക പ്രക്രിയ ആരംഭിച്ച ശേഷം ഇത് തടസ്സപ്പെട്ടു. അത് കൂടുതൽ മോശമായ ഒരു അവസ്ഥ. ദ ടു റെമഡീസ് ഹവർ കോമ്പീറ്റ് ക്ലോസ്ലി വിത്ത് ഈച്ച് അതർ ആൻഡ് ഹെൻസ് ഇഫ് ഗ്രാഫൈറ്റിസ് corresponds to the constitution of the patient, it should be given, and the same in regard to the cuprum. ഇവരി ശ്രദ്ധിക്കുക. വളരെ വലിയൊരു പാഠം, വളരെ മഹത്തായൊരു പാഠം. ഹോമിയോപ്പതിയിൽ പലരെയും പരാജയത്തിൽ നിന്നും രക്ഷിക്കുന്നൊരു പാഠം, പലരെയും വിജയത്തിലേക്ക് നയിക്കാൻ ഉതകുന്നൊരു പാഠം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്താണ്? ഇവിടെ ഒരു പർട്ടിക്കുലർ സിംറ്റത്തിൻ്റെ ചെറിയൊരു വ്യത്യാസമാണ് ഈ കാര്യത്തിൽ, ഈ ലൈംഗിക വേഴ്ചയുടെ കാര്യത്തിൽ ഗ്രാഫൈറ്റീസും കുപ്രവും തമ്മിലുള്ളത്. കുപ്രമാണെങ്കിൽ ലൈംഗിക പ്രക്രിയയുടെ തുടക്കത്തിൽ പ്രായം ചെന്ന് വിവാഹം ചെയ്യുന്നവരിലോ അകാല വാർദ്ധക്യമുള്ളവരിലോ അല്ലെങ്കിൽ ദുഷ്ചെയ്തികൾ മൂലം ക്ഷീണിതരായിരിക്കുന്നവരിലോ. ഗ്രാഫൈറ്റീസിലാണെങ്കിൽ ലൈംഗിക പ്രക്രിയ തുടങ്ങിയ ശേഷം. എന്നിരുന്നാലും അവിടെ രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുപ്രമായിരിക്കുകയും ലക്ഷണം ഗ്രാഫൈറ്റീസ് ആയിരിക്കുകയും ചെയ്താൽ കുപ്രമേ കൊടുക്കാവൂ. ലക്ഷണം കുപ്രമായിരിക്കുകയും കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാഫൈറ്റീസ് ആയിരിക്കുകയും ചെയ്താൽ ഗ്രാഫൈറ്റീസേ കൊടുക്കാവൂ. ഇതാണ് ഞാൻ പറഞ്ഞ പരമപ്രധാനമായ പാഠം. ഈ കാര്യത്തിനെന്നല്ല, ഏത് കാര്യത്തിലും പ്രസക്തമായ ബാധകമായ കാര്യമാണ്. കെൻഡിത് എപ്പോഴും പറയുന്നതാണ്, ഒട്ടുമിക്ക ലെക്ചറിലും പലവട്ടം പറയുന്ന കാര്യമാണത്. ഇവിടെ ഈ ഒരു സന്ദർഭത്തിലും പറയുന്നത് തൻ്റെ വിദ്യാർത്ഥികൾ വഴിതെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ചെറിയൊരു പനി ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെട്ട് കുളമാക്കിയ കേസ് നമ്മുടെ സുഹൃത്തുക്കളാണ്. നമുക്ക് ഞാൻ തോളിൽ കൈയിട്ട് നടക്കുന്ന തരത്തിലുള്ള, ഞാൻ മൂലം ഹോമിയോപ്പതിയിലേക്ക് വന്നവർ തന്നെ. പ്രശ്നം എന്താണ്? അവരാ പനിയെ മാത്രം പരിഗണിച്ചുകൊണ്ട് ചികിത്സിക്കാൻ ശ്രമിക്കുന്നു. പനി അതിൻ്റെ വഴിക്ക് പോകുന്നു, രോഗി ക്ഷീണിക്കുന്നു, പല ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നു, അലോപ്പതിയിലേക്ക് പോകുന്നു, അത് ചെയ്യുന്നു. അവസാനം ശരിയായ രീതിയിൽ പരിഗണിക്കുന്ന ഒരാളുടെ അടുത്ത് എത്തുമ്പോൾ അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ഈ പറയുന്ന ഔഷധങ്ങളൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ പനിക്ക് കൊടുക്കാം എന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഔഷധം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷാണായി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു കേസ് ഇതേപോലെ പല വഴികൾ തിരിഞ്ഞു വന്ന കേസാണ്. കാരണം കേസ് എടുത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും പനിക്ക് ഈ മരുന്ന് കൊടുക്കുമെന്ന് തോന്നിപ്പോയി. പക്ഷേ ഒറ്റ ഡോസ് മാറിപ്പോയി. 2-3 ആഴ്ച കിടന്ന് കഷ്ടപ്പെട്ട കേസാണ്.
അപ്പോൾ ആ ഒരു തത്വം എല്ലാ കാര്യത്തിലും ബാധകമാണ്. അവിടെ ഒരു പർട്ടിക്കുലറും ഒരു ജനറലും അല്ലെങ്കിൽ പർട്ടിക്കുലറും കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷനും തമ്മിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിൽക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ്റെ ഭാഗത്തായിരിക്കണം. അത് മാത്രമേ സുഖപ്പെടുത്തുകയുള്ളൂ. പർട്ടിക്കുലറിൻ്റെ പിന്നാലെ പോയാൽ റിപ്പീറ്റേഷൻ കൊണ്ട് ചിലപ്പോൾ സപ്രസ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും, പക്ഷേ ഒരിക്കലും ഹീലിംഗ് നടക്കില്ല. ആ ഒരു തത്വം, ഒരു ഹോമിയോപ്പതിയിലെ ആ ഒരു സുവർണ തത്വം, തങ്കലിപികളിൽ രേഖപ്പെടുത്തി വയ്ക്കേണ്ട തത്വം കെൻ്റ് പലപ്പോഴും പറയുന്ന പോലെ ഇവിടെയും പറയുകയാണ്. ഇതേപോലെ രോഗികൾക്ക് ഇതേപോലെ ലൈംഗിക പ്രക്രിയ നടക്കാതെ കഷ്ടപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നറിയാവും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ തട്ടിപ്പ് ചികിത്സകളുടെയൊക്കെ മുമ്പിൽ 200 പേരുടെ ക്യൂ കോട്ടയത്ത് കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, 94 ഇതേപോലത്തെ അവസ്ഥകളുണ്ട്. ഹോമിയോപ്പതിയിലൂടെ നിസ്സാരമായിട്ട് നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ചെയ്യേണ്ടതെന്താണ്? രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക, സ്ട്രോങ് ജേർണൽസ് എടുക്കുക, അതിൻ്റെ മൊഡാലിറ്റീസ് എടുക്കുക, കൂട്ടത്തിൽ പർട്ടിക്കുലേഴ്സ് എടുക്കുക. അവിടെ പർട്ടിക്കുലേഴ്സിന് എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മേൽക്കൈ കൊടുക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ മാത്രമായിരിക്കണം. ഇനി ഒരു കാര്യം കൂടി പറയാണ്, സൾഫർ ഓൾസോ ഹാസ് ക്യൂർഡ് ദി സ്റ്റേറ്റ്. ഈ ഒരു അവസ്ഥ സൾഫർ സുഖപ്പെടുത്തിയിട്ടുണ്ട്. സൾഫർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാജാവാണ്, ചക്രവർത്തിയാണ്, ഹോമിയോപ്പതിയിലെ ഔഷധങ്ങളുടെ ചക്രവർത്തിയാണ്. ഞാൻ കഴിച്ചിട്ടുള്ള സാധനമാണ്. സൾഫറിൽ ഇല്ലാത്ത പല ലക്ഷണങ്ങളും പല പർട്ടിക്കുലേഴ്സും പല ലോക്കൽ സിംപ്റ്റംസും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വാസ്തവത്തിൽ അതൊക്കെയാണ് എന്നെ കാണുന്ന ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിച്ചിരുന്നത്. അതൊക്കെ നിസ്സാരമായിട്ട് പോയി. സൾഫറിൻ്റെ മാത്രമൊന്നുമല്ല, ഏത് ഡീപ്പ് ആക്ടിങ് ആൻറ്റി മിയാസ്മാറ്റിക് റെമഡിയുടെയും സത്യം അതാണ്. അതിൻ്റെ പ്രൂവിംഗ് ഒന്നും കാണാത്ത പർട്ടിക്കുലർ സിംറ്റംസിനെ ഒക്കെ അത് സുഖപ്പെടുത്തി കളയും. അതിൻ്റെ ജനറൽ കണ്ടീഷൻ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് യോജിക്കുകയാണെങ്കിൽ. ഈ സ്പാസ്മോഡിക് കണ്ടീഷൻസ് ദാറ്റ് കം ഓൺ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ, കുപ്രം ഈസ് ഓൾസോ യൂസ്ഫുൾ. ഇനി ആർത്തവമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, എത്രയോ ആളുകളാണ് ആർത്തവ പ്രശ്നങ്ങൾ എത്രയോ സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നത്. പെയിൻഫുൾ മെൻസ്ട്രേഷൻ വിത്ത് സ്പാസംസ്, വേദനാജനകമായ ആർത്തവം, ഒപ്പം ഈ പറയുന്ന പോലെ വലിച്ചു കോച്ചലുകൾ. കമൻസിങ് ഇൻ ദ ഫിംഗേഴ്സ് ആൻഡ് എക്സ്റ്റെൻഡിങ് ഓവർ ദ ബോഡി, വിരലുകൾ തുടങ്ങി ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. അതാണ് കുപ്രത്തിൻ്റെ സവിശേഷത. ടോണിക് കോൺട്രാക്ഷൻസ് ദാറ്റ് ലുക്ക് ലൈക്ക് ഹിസ്റ്റീരിക്കൽ മാനിഫെസ്റ്റേഷൻസ്, സുസ്ഥിരമായിട്ട് നിൽക്കുന്ന ഈ വലിച്ചു കോച്ചലുകൾ അത് കണ്ടാൽ ആൾക്ക് ഭ്രാന്താണെന്ന് തോന്നും, ഭ്രാന്തിൻ്റെ പ്രകടനമാണെന്ന് തോന്നും. ദേ മേ ബി ഹിസ്റ്റീരിക്കൽ, അവ ഹിസ്റ്റീരിക്കൽ ആവാം, ബട്ട് ദാറ്റ് ഡസ് നോട്ട് ഇന്റർഫിയർ വിത്ത് കുപ്രം ക്യൂറിങ്. കാരണം കുപ്രം ഹിസ്റ്റീരിക്കൽ അല്ല. അല്ലെങ്കിലും അത് ഹിസ്റ്റീരിക്കൽ ആണെങ്കിൽ പോലും കുപ്രം ഹീൽ ചെയ്യുന്നതിൽ നിന്നും തടയുന്നില്ല. അവിടെയും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷനാണ് അവിടെയും വരുന്നത്. ഇഫ് ദേ ആർ ഓൺലി സ്പാസ്മോഡിക് ഓർ കൺവൾസീവ്, ഈ വലിഞ്ഞു മുറുകുന്നതോ ഈ വലിച്ചു കോച്ചുന്നതോ ആയിട്ടുള്ള തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ആണെങ്കിൽ അവ സുഖപ്പെടുത്തും. അത് ഹിസ്റ്റീരിക്കലാണെന്ന് തോന്നും, കുപ്രം ഒരു ഹിസ്റ്റീരിക്കൽ റെമഡി അല്ല എങ്കിൽ പോലും അത് സുഖപ്പെടുത്തും. കാരണം അതിൻ്റെ മാനിഫെസ്റ്റേഷൻ എങ്ങനെ, അല്ലാതെ അതിൻ്റെ വിവരണമോ അതിൻ്റെ ലേബലോ അല്ല, എങ്ങനെ അത് സംഭവിക്കുന്നു, എന്താണ് രോഗി അനുഭവിക്കുന്നത്, എന്താണ് പേഷ്യൻ്റ് ഡോക്ടർ, എന്താണ് പ്രാക്ടീഷണർ നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. വയലന്റ് ഡിസ്മെനോറിയ വിത്ത് ഡെലിറിയം, ടേണിംഗ് അപ്പ് ഓഫ് ഐസ്, കോൺട്രോഷൻസ് ഓഫ് ദ ഫേസ് ആൻഡ് എപ്പിലെപ്റ്റിഫോം മാനിഫെസ്റ്റേഷൻസ്. ഇങ്ങനത്തെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുപ്രം കേസായിരുന്നില്ല, പക്ഷെ എത്രത്തോളം കഷ്ടപ്പാട് ആ സ്ത്രീ അനുഭവിച്ചെന്നറിയാവോ. അതിഭയങ്കരമായ വേദന ആർത്തവ സമയത്ത്, ഒപ്പം ആയ സംഭ്രമം, കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു പോകുന്നു, മുഖത്ത് വികൃത ഭാവങ്ങൾ വരുന്നു. ഇതൊക്കെ കണ്ട ഹിസ്റ്റീരിയ എന്ന് പറയാതിരിക്കുമോ? ഹിസ്റ്റീരിയാണെന്ന് തന്നെ പറയും. അങ്ങനത്തെ അവസ്ഥകൾ. ഇനി ശരിക്കുള്ള എപ്പിലെപ്സിയിൽ, ഇൻ എപ്പിലെപ്സി കോളിംഗ് ഫോർ കുപ്രം വി ഹാവ് ദ കോൺട്രാക്ഷൻസ് ആൻഡ് ജേർക്കിംഗ് ഓഫ് ദ ഫിംഗേഴ്സ് ആൻഡ് ടോസ്. ഇനി കുപ്രത്തിൻ്റെ എപ്പിലെപ്സി എങ്ങനെയാണെന്ന് പറയാണ്. ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. കൈകാല് വിരലുകളിലുള്ള ആ ഒരു വലിച്ചു കോച്ചലുകളും ആ ഒരു വിറയലും മറ്റുമൊക്കെയാണ്. ഹി ഫോൾസ് വിത്ത് ദ സ്ട്രീക്ക് ആൻഡ് ഡ്യൂറിങ് ദ അറ്റാക്ക് പാസസ് യൂറിനൽ ഫേസസ്. ഇത് കഷ്ടമാണെന്ന് നോക്കുക. വല്ലാതെ ഒരു നിലവിളിയോടുകൂടി ആ രോഗി വീഴുന്നു. ആ വീഴ്ചയിലും സംഭ്രമത്തിലും മലമൂത്ര വിസർജനം നടന്നു പോകുന്നു. അത്രമാത്രം ശോചനീയമാണ്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ എപ്പിലെപ്സി ദാറ്റ് ബിഗിൻസ് വിത്ത് ദ വയലന്റ് constriction of the lower part of the chest as I have described, or with the contractions of the fingers that spread all of the body to all the muscles. അപ്പോൾ എപ്പിലെപ്സിയിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ
നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കണ്ടു ചെസ്റ്റിൻ്റെ കീഴ്ഭാഗം, നെഞ്ചലിൻ്റെ കീഴറ്റത്ത് ഉണ്ടാകുന്ന വളരെ രൂക്ഷമായ ആ ഒരു വലിയ ചുരുങ്ങൽ, വലിഞ്ഞു മുറുകൽ, അങ്ങനെയാകാം. അല്ലെങ്കിൽ ഈ കൈകാല് വിരലുകളിലുള്ള വലിച്ചു കോച്ചിലുകൾ, എന്നിട്ട് ശരീരം മുഴുവൻ വ്യാപിക്കൽ. അതാണ് കുപ്രത്തിൻ്റെ എപ്പിലെപ്സിയുടെ സ്വഭാവം. നോക്കുക, എപ്പിലെപ്സി ക്ലിനിക്കുകളാണ് ഇപ്പോൾ എല്ലായിടത്തും. എന്ത് ചിലവാണെന്നറിയാവോ ഓരോ പരിശോധനയ്ക്കും. കുറച്ച് കാലം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. കനത്ത ചിലവാണ്, കനത്ത ചിലവ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സാര ചിലവിൽ രോഗികളൊക്കെ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. Again, it is a remedy sometimes needed in the puerperal stage before or after delivery. പ്രസവത്തിന് മുൻപോ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളിലും കുപ്രം ചിലപ്പോൾ ഉപകരിക്കാം. The case may be of uremic character, but no matter, the urine is candy and albuminous. അപ്പോൾ മൂത്രസംബന്ധമായ സ്വഭാവമായിരിക്കും ഉണ്ടാകുന്നത്, പക്ഷെ അതൊന്നും പ്രശ്നമില്ല. യൂറിൻ കുറവാകാം, യൂറിൻ ആൽബുമിൻ ആധിക്യമുള്ളതാകാം. During the progress of the labor, the patient suddenly becomes blind. ഉണ്ടോ? പ്രസവ സമയത്ത് രോഗിക്ക് പെട്ടെന്ന് അന്ധത ബാധിക്കുന്നു, ഒന്നും കാണുന്നില്ല, മുറി മുഴുവൻ ഇരുട്ട്. പ്രസവം നടത്തുന്നവരും രോഗിയും ഒക്കെ പേടിച്ചു പോകും. അത്തരം സാഹചര്യങ്ങളിൽ ഹോമിയോപ്പതിക്ക് വലിയ പ്രയോഗ സാധ്യതയുണ്ട്. ഈ ഔഷധം എന്നല്ല, നിരവധി ഔഷധങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ. ഇതൊരു സവിശേഷമായ ഒരു ലക്ഷണം. പ്രസവ സമയത്ത് പെട്ടെന്ന് അന്ധത ബാധിക്കുന്നു. ഓൾ ലൈറ്റ് സീംസ് ടു ഡിസപ്പിയർ ഫ്രം ദ റൂം. അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചോളം മുറിയിൽ നിന്ന് എല്ലാ പ്രകാശവും അപ്രത്യക്ഷമാകുന്നു, മുറി ഇരുട്ട് നിറഞ്ഞതാകുന്നു. ദ ലേബർ പെയിൻ സീസ്. ഒപ്പം പ്രസവവേദന ഇല്ലാതാകുന്നു. അപ്പോഴാണ് പ്രസവത്തിൽ അറ്റൻഡ് ചെയ്യുന്നവർ ഭയപ്പെട്ടു പോകുന്നു. ആൻഡ് കൾവൾഷൻസ് കമോൺ. വലിച്ചുകോച്ചലുകൾ തുടങ്ങുന്നു. കമൻസിങ് ഇൻ ദ ഫിംഗേഴ്സ് ആൻഡ് ടോസ്. തുടങ്ങുന്നത് കൈകാൽ വിരലുകളിൽ. വെൻ യു മീറ്റ് ദീസ് കേസസ്, ഡു നോട്ട് ഫോർഗെറ്റ് കുപ്രം. ഈ കേസസ് വരുമ്പോൾ, ഇത്തരം അവസരം വരുമ്പോൾ കുപ്രത്തെ നിങ്ങൾ മറക്കരുതേ എന്ന് എൻ്റെ അഭ്യർത്ഥിക്കുകയാണ്. യു വിൽ ലുക്ക് എ ലോങ് ടൈം ബിഫോർ യു ക്യാൻ ക്യൂർ എ കേസ് ഓഫ് ദിസ് കൈൻഡ് വിത്തൗട്ട് കുപ്രം. കുപ്രമില്ലാതെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ സുഖപ്പെടുത്താൻ കുറേ നിങ്ങൾ കഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പറയുന്നത്. അപ്പോൾ കുപ്രത്തിൻ്റെ പ്രാധാന്യം ഇത്തരം അവസ്ഥയിൽ എൻ്റെ ആവർത്തിച്ച് പറയുകയാണ്. എത്രത്തോളം വിപുലമായ പ്രയോഗ സാധ്യതയാണ് ഈ ഔഷധത്തിനുള്ളത് എന്ന് നോക്കുക. നമുക്ക് ഇതേപോലുള്ള പ്രധാനപ്പെട്ട നിരവധി വിവരങ്ങൾ തുടർന്നും വരുന്നുണ്ട്. നമുക്ക് വഴിയെ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.